ക്രൂശിൽ യേശു കർത്താവ് പറഞ്ഞത് 7 കാര്യങ്ങൾ. 1, ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 34-ാമത്തെ വാക്യം. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ക്രൂശിൽ കാണാം ക്ഷമിച്ച ക്രിസ്തുവിനെ. ലൂക്കോസ് 23-43 മനുഷ്യർ തള്ളിയ, കള്ളനെന്ന് വിളിച്ച, വിധി എഴുതിയ ആ കള്ളനെ നോക്കി യേശു കർത്താവ് പറയുകയാണ്, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസായിൽ ഇരിക്കും. നിന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ, നിന്റെ ജീവിതത്തിൽ ഒരു കുറവ് സംഭവിച്ചാൽ, പിന്നെ അവൾ നിന്നോട് ക്ഷമിക്കില്ല. വലിയ പാടാ ക്ഷമിക്കാൻ. അത് മനസ്സിൽ വെച്ചോണ്ട് നടക്കും. പക്ഷേ നിന്റെ ജീവിതത്തിൽ ഒരു വീഴ്ച ഉണ്ടായാലും, നിന്റെ ജീവിതത്തിൽ ഒരു കുറവ് സംഭവിച്ചാലും, നിന്റെ കുറവിനെ നിറവാക്കി തീർക്കുന്ന ഒരുവനേ ഉള്ളൂ. അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. ദൈവം അംഗീകരിക്കുന്നവരെ അംഗീകരിക്കുവാനും ദൈവം വെറുക്കുന്നതിനെ വെറുക്കുവാനും നമുക്ക് കഴിയുമ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ മക്കളാവുന്നത്. ഈ ഇരിക്കുന്ന സഹോദരനെ കർത്താവിന് സ്നേഹമാണെങ്കിൽ, ഞാൻ അവനെ വെറുക്കുകയാണെങ്കിൽ ഒരിക്കലും ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നിൽ വസിക്കുന്നില്ല. ദൈവം അംഗീകരിച്ചവരെ അംഗീകരിക്കാനും ദൈവം വെറുക്കുന്നതിനെ വെറുക്കാനും നമുക്ക് കഴിയുന്നതാണ് വിശുദ്ധ ജീവിതം. 3-ാമത് ക്രൂശിലെ മൊഴി യോഹന്നാൻ 19-26 വാക്യമാണ്. മറിയത്തോട് പറയുകയാണ്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞു. കണ്ടോ, 3-ാമത് എനിക്ക് കാണാൻ കഴിയുന്നത് കുടുംബത്തിന്, ബന്ധങ്ങൾക്ക് പ്രാധാന്യത കൽപ്പിക്കുന്ന ക്രിസ്തുവിനെയാണ്. പിന്നെ ക്രൂശിലെ മൊഴി യോഹന്നാൻ 19-27 വാക്യമാണ്. യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. മാനുഷികമായി അല്പം വെള്ളം കിട്ടാനുള്ള ദാഹമല്ല, ആ ദാഹം മാനവകുലത്തെ മുഴുവൻ വീണ്ടെടുക്കാനുള്ള ദാഹമായിരുന്നു. ദൈവമക്കളെ, നിങ്ങളുടെ ദാഹം എന്നേക്കുമായി തീർക്കുവാൻ, നിങ്ങളുടെ ദാഹം എന്നേക്കുമായി പോക്കുവാൻ ക്രൂശിൽ ദാഹിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവിനെ ആ കൈകൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ.